ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളാണെങ്കിൽ നമ്മുടെ പാലക്കാട് നേച്ചർ റിസോർട്ടിലെ അഡ്വഞ്ചർ പാർക്കിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളാണെങ്കിൽ ജീപ്പിൽ കയറി ഈ ജീപ്പ് വഴിയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. ഒരു 2 കിലോമീറ്റേഴ്സ്, നിയർലി ഒരു 2 കിലോമീറ്റർ നമ്മൾ ഈ ജീപ്പിൽ പോകണം. ജീപ്പിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ പേടിച്ച് ഫുൾ കണ്ണടച്ചിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് നേച്ചർ പാർക്കിലേക്ക്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ തന്നെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് നമ്മുടെ സെലിബ്രിറ്റീസൊക്കെ വൈറലാക്കിയിട്ടുള്ള കേവ് റൂമാണ്. അപ്പം ആദ്യം തന്നെ നമ്മൾ കേവ് റൂം കാണാൻ വേണ്ടി പോയി. അപ്പം ഓൾറെഡി ഒരു കേവ് റൂം എല്ലാ വിസിറ്റേഴ്സിനും വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് അവിടെ കയറി കേവ് റൂം ഒക്കെ കാണാം. ഇതിൻ്റെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. ഇത് ഒരു സമയത്തും ഇവിടെ AC വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ AC ഒക്കെ ഓൾറെഡി ഉണ്ട്. ഒരു പ്രീമിയം റൂം, എല്ലാവിധ സെറ്റപ്പുകളും ഉണ്ട്. പക്ഷേ കേവ് പോലെയാണ് കാര്യങ്ങളെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കര കിടിലനായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടുത്തെ ബാൽക്കണി എന്നുള്ളത്. എന്ന് വെച്ചാൽ ഫുൾ കാടിൻ്റെ ചുറ്റിനും നമ്മൾ വന്ന പോലെ ഒരു ഫീലാണ്. ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ കേവ് റൂമിൽ ചുറ്റി നടന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. കേവ് റൂമിൻ്റെ എൻട്രൻസിൽ തന്നെ ആയിട്ടുള്ള ഒരു ഓപ്പൺ ഷവർ സ്പേസ് ആണിത്. അപ്പം നമുക്കാണെങ്കിൽ ഒരു പ്രകൃതിയോട് ഇണങ്ങി കുളിക്കാനൊക്കെ ഒരു സെറ്റപ്പ് ഇതിലുണ്ട്. അങ്ങനെ കേവ് റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മളാണെങ്കിൽ ഗാർഡനിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറച്ച് പക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇക്കുകൂട്ടനെ കുറച്ച് പക്ഷിനെയൊക്കെ കാണിക്കാമെന്ന് ഓർത്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നു. ഈ പക്ഷിയുടെ പേര് ശരിക്കും എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതറിയാവുന്നവരാണെങ്കിൽ ഇതിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഈ പക്ഷീനെയൊക്കെ കണ്ടിട്ട് നമ്മളാണെങ്കിൽ നേരെ ഒരു പണ്ടത്തെ നമ്മുടെ കാളവണ്ടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ കാളവണ്ടിയുടെയൊക്കെ ബാക്കിൽ കിട്ടുന്ന ആ ഒരു സീറ്റ് അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ആനയുടെ ഒരു പ്രതിമ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ നേരെ അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയി കഴിയുമ്പം കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. നമുക്കാണെങ്കിൽ അതൊക്കെ കണ്ടു നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ആൾക്കാരൊക്കെ ഈ ഒരു റോപ്പിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പം അവിടുന്ന് അങ്ങേ അറ്റത്തു നിന്ന് തൊട്ട് ഇങ്ങേ അറ്റത്തു നിന്ന് വരെ റോപ്പ് വാക്കുണ്ട്. അപ്പം അത് ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ ഇത് നേരെ ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ വേറെ കേവ് റൂമുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം ഓൾറെഡി ഓക്യുപ്പൈഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ആയിട്ടുള്ളതും ഉണ്ട്. അപ്പം ശരിക്കും നമുക്ക് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു കേവ് റൂം മാത്രമാണ്. ബാക്കി അല്ലെങ്കിൽ നമ്മളത് ബുക്ക് ചെയ്ത് നമുക്ക് അവർ താമസിക്കണമെങ്കിൽ ബാക്കിയുള്ള കേവ് റൂംസൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മളാണെങ്കിൽ ഇനിയിപ്പോൾ ട്രീ ഹൗസിലേക്കുള്ള ഒരു വേ ആണിത്. അപ്പം നമ്മളാണെങ്കിൽ ട്രീ ഹൗസ് പോയി കാണാമെന്ന് ഓർത്തു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടുത്തെ ഇത് ആർട്ടിഫിഷ്യൽ നമ്മുടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം വാട്ടർഫോള്, അപ്പം അതൊക്കെ കണ്ടു. ഇതൊക്കെ ആർട്ടിഫിഷ്യലാണ്. പിന്നെ നമുക്കാണെങ്കിൽ ആർട്ടിഫിഷ്യൽ റെയിൻ ഡാൻസൊക്കെ നമുക്ക് സീസൺ അനുസരിച്ച് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴും റെയിൻ ഡാൻസൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ നല്ല തണുപ്പായിരുന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ വിറച്ച് നിൽക്കണമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ റെയിൻ ഡാൻസിൻ്റെ പരിസരത്തേക്കേ പോയില്ല. അപ്പോൾ ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് ഇപ്പം നമ്മൾ കാണുന്നതാണ് ട്രീ ഹൗസിൻ്റെ ഉള്ള എൻട്രൻസ്. അപ്പം ഇതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്
കണ്ടിരിക്കുന്നതാണ് ട്രീ ഹൗസ്. അപ്പം നമ്മളാണെങ്കിൽ ഇവിടെ കുറേ ചുറ്റി കാണാനുണ്ട്, കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. ചുറ്റിനും വെള്ളമാണ്, മലയുണ്ട്, പാറക്കെട്ടുകളുണ്ട്. അപ്പോൾ നല്ല ഭയങ്കര രസമായിട്ട് തോന്നും, ഭയങ്കര വേറെ എവിടെയോ എത്തിയ പോലെ നമുക്ക് തോന്നും. ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലേസാണിത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചുറ്റിക്കറങ്ങി ഇങ്ങനെ കുറേ വഴി കൂടെ ചുറ്റിക്കറങ്ങുമ്പം കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേവ് റൂംസ് നമുക്ക് കാണാം. അപ്പം അതൊക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് തോന്നി. അപ്പോൾ ഇതാ ശിവേട്ടനാണെങ്കിൽ റോക്ക് വാക്കിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങൾ താഴെ നിന്ന് കോക്രിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ ഒരാളിൽ നിന്ന് ഒരു മിനിമം 1 മീറ്റർ എങ്കിലും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം. പിന്നെ വളരെ കോൺസെൻട്രേഷനുള്ള പണിയാണ്. ശരിക്കും എനിക്ക് ഹൈറ്റിനോടൊക്കെ പണ്ട് മുതലേ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സാഹസികത്തിനൊന്നും പണ്ടേ മുതിരാറില്ല. അപ്പോൾ പകുതി എത്തിയപ്പോൾ ഞങ്ങൾ ഓർത്തു ഇക്കുകുട്ടൻ്റെ അച്ഛൻ അവിടെ സ്റ്റക്കായെന്ന്. പക്ഷേ കുഴപ്പമില്ല, വിജയകരമായി അദ്ദേഹം അപ്പുറത്തെ സൈഡിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടക്കുകയാണ്. നമുക്ക് നോക്കാം എപ്പോൾ എത്തും എന്നുള്ളത്. അങ്ങനെ വിജയകരമായി അപ്പുറം എത്തിയതിന് ശേഷം നമ്മൾ വീണ്ടും റോപ്പ് സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് പോയി. ഇപ്പം നമുക്ക് താഴെ കാണാൻ പറ്റും, നമ്മൾ റെയിൻ ഡാൻസ് നടക്കുന്ന ഏരിയയാണ് താഴെയുള്ളത്. നമ്മളാണെങ്കിൽ ഇപ്പം റോപ്പ് സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഹെൽപ്പർ ഉണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ എവിടെയെങ്കിലും വന്ന് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിലൊക്കെ അവർ ഹെൽപ്പ് ചെയ്തോളും നമ്മളെ കറക്റ്റ് ഇതായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഈ ഹൈറ്റിനോടൊന്നും പേടിയില്ലാത്തവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ ഇതും പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയില്ല.
Jaca o tam nam 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 opole Jaca o tam nam 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 opole Jaca o tam nam nam nam. അങ്ങനെ നമ്മുടെ ഗാറ്റി അമ്മയും സൈക്കോച്ചിലും എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെ നമ്മൾ വെൽക്കം ചെയ്യാൻ പോവാണ്. നമ്മുടെ ന്യൂലി വെഡ് കപ്പിൾസിന് ഒരു സർപ്രൈസ് കൊടുത്തതാണ്. അവർ വന്ന് കുറച്ച് നേരം പോസ്റ്റൊക്കെ ആയിരുന്നു. അപ്പം നമ്മളെ കണ്ടപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, കാര്യമൊക്കെ പിടികിട്ടി. നമുക്ക് അവരുടെ റൂമിൻ്റെ കാര്യങ്ങൾ അവരാണെങ്കിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായി. ഓൾറെഡി അവരെത്തിയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് അവരുടെ റൂം. അങ്ങനെ പിറ്റേന്നായി ഇന്ന് നമ്മൾ പറക്കാട്ട് റിസോർട്ടിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യേണ്ട ഡേ ആണ്. ഇക്കുക്കുട്ടൻ രാവിലെ തന്നെ ഇച്ചിരി മൂഡ് ഓഫിലാണ്, പുള്ളിക്ക് ഫാൻ ഇടണം, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. അപ്പം നന്നായിട്ട് ചൂടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളാണെങ്കിൽ ഇന്നലെ ഈ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു കൂട്ടം കുരങ്ങന്മാർ നമ്മളെ ആക്രമിക്കാൻ വന്നു. എന്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു കിറ്റ് ഉണ്ടായിരുന്നു ഇക്കുക്കുട്ടന് കൊടുക്കാനുള്ള ഫ്രൂട്ട്സിൻ്റെ. അപ്പം അത് കണ്ടതേക്ക് അവന്മാരാണെങ്കിൽ എന്നെ ആക്രമിക്കാൻ വന്നു. ഞാൻ കുറച്ച് പഴമൊക്കെ എടുത്ത് എറിഞ്ഞു. അങ്ങനെ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. ഇന്ന് കറക്റ്റ് ഡേ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതിൻ്റെ ഗ്യാപ്പിൽ ഇവന്മാർ ആ കിറ്റ് വീണ്ടും കണ്ടുപിടിച്ചു. അപ്പോൾ എന്തെങ്കിലും ആട്ടെ, ഇന്ന് കുരങ്ങ് കടി കൊണ്ട് വീട്ടിൽ പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളാണെങ്കിൽ അവന്മാരത് എടുത്തോട്ടെ എന്ന് തന്നെ വിചാരിച്ചു. ഇത് ശരിക്കും ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം എന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് താഴെ ഏരിയയിലേക്കാണ്. അപ്പോൾ ആണെങ്കിൽ ഒരു സ്ലോപ്പ് ആയിട്ടുള്ള ഏരിയ ആണിത്. ഇവിടുന്ന് കയറി ചെന്നപ്പോഴേക്കും തന്നെ എനിക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പം ശരിക്കും നല്ലൊരു വ്യായാമമൊക്കെ ആട്ടോ ഇങ്ങനെയുള്ള റിസോർട്ട്സിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ കുറച്ച് ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. നമ്മൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങാനേ ശ്രമിച്ചില്ല. അപ്പം നമ്മളാണെങ്കിൽ റിസപ്ഷൻ ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗായത്രി കുഞ്ചിയും ആണെങ്കിൽ സായി കൊച്ചിനും ഓൾറെഡി റെഡി ആയിട്ട് അവിടെ നിൽപ്പുണ്ടാവും. അപ്പോൾ അവരെ ചെക്കൗട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ എറണാകുളത്തേക്കും അവരാണെങ്കിൽ പാലായിക്കും പോകാമെന്നുള്ള പ്ലാനിലാണ്. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമുക്കാണെങ്കിൽ പറക്കാട്ടിൻ്റെ ഓർണമെൻറ്റ് ഷോപ്പും ഈ റിസോർട്ടിനുള്ളിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് ഏതെങ്കിലും ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ സ്റ്റേയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ എറണാകുളത്ത് പറക്കാട്ട് ഷോപ്പിലുള്ള സിന്ധു ചേച്ചിയാണ്. അപ്പോൾ സിന്ധു ചേച്ചിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു സിന്ധു ചേച്ചിയാണെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ മുതലാണെങ്കിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ച് ചോദിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴും ചേച്ചി എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും ചേച്ചി കറക്റ്റ് സമയത്ത് നമ്മളെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പം വെരി സ്പെഷ്യൽ താങ്ക്സ് സിന്ധു ചേച്ചി. അപ്പം നമ്മൾ പറക്കാടിനോട് ബൈ ബൈ പറഞ്ഞിറങ്ങുകയാണ്. ബൈ ബൈ പറക്കാട്. അപ്പോൾ ഇന്നാണെങ്കിൽ പൾസ് പോളിയോ ദിനാണ്. അപ്പോൾ ഈ കുക്കുട്ടനെ ആണെങ്കിൽ നമ്മൾ പോരുന്ന വഴിക്ക് നേര്യമംഗലത്ത് നമ്മൾ റോഡിൻ്റെ സൈഡിൽ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ ഇറങ്ങി പൾസ് പോളിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ കുട്ടിന്. അപ്പം പോളിയോ കുടിക്കുന്ന നേരത്തെ പുള്ളി ഇഞ്ചക്ഷനാണോ എന്നൊക്കെ ഓർത്ത് ഇച്ചിരി പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ ഇച്ചിരി സങ്കടത്തിലാണ് ആൾ. അപ്പോൾ ഇതാണ്ട് പുള്ളി വോട്ട് ചെയ്ത പോലെ പോളിയോ കുടിച്ചതിൻ്റെ മാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇവിടുന്ന് നേരെ എറണാകുളത്തേക്ക് വിടുകയാണ്. നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.